പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം നിങ്ങളെ ശുദ്ധീകരിക്കട്ടെ. ആമേൻ. 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 പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഒരാഴ്ച നിങ്ങളെ കാണാൻ വലിയ സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശരിക്കും നല്ല ഒരുങ്ങി വലിയ കൃപയോടെ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ചില വ്യക്തികൾ ശരിക്കും അഭിഷേക പ്രോഗ്രാം മുഴുവൻ മുട്ടുകൊന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ എനിക്കറിയാം. ചില വ്യക്തികൾ എല്ലാ വചനവും മുഴുവൻ എഴുതിയെടുക്കുന്ന വ്യക്തികളെ എനിക്കറിയാം. അങ്ങനെ ചെയ്യുന്ന ഓരോരുത്തരെയും കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് കുറച്ച് കർത്താവിന് കൃപ ചോദിക്കാം. ഓരോ എപ്പിസോഡുകളും ദൈവമാണ് സ്വർഗത്തിൽ നിന്ന് തരുന്നത്. ഞാൻ ചിലപ്പോൾ ചില എപ്പിസോഡുകൾക്ക് മീൻസ് വട്ടാച്ചൻ്റെ അവിടെ അവൈലബിൾ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ റെക്കോർഡിംഗ് കൊണ്ട് അച്ഛൻ്റെ നിന്ന് ഒരു ആശീർവാദം മേടിക്കും. ദൈവത്തിൻ്റെ കൃപ സ്വീകരിച്ചാലേ പറ്റുള്ളൂ. വിശുദ്ധ കുർബാനയിൽ ലേഖനം വായിക്കുമ്പോൾ അല്ലേ ശുശ്രൂഷയുടെ ആശീർവാദം മേടിക്കുകയാണ്. ഓരോന്നിനും ദൈവത്തിൻ്റെ ഒരു ആശീർവാദവും കൃപയും നമുക്ക് ശുശ്രൂഷയ്ക്ക് പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച നമ്മളെ കൊണ്ട് എല്ലാത്തിലും കർത്താവിനെ ആശ്രയിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കുട്ടികളൊക്കെ ചാടി എഴുന്നേറ്റോ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. 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 യേശുവേ, ആരാധന ആരാധന ആരാധന. ഓ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ വീണ് പോകാമായിരുന്ന ഒരുപാട് സാഹചര്യങ്ങളിൽ ദൈവമേ, ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ, ദൈവത്തിൻ്റെ വചനം വായിച്ചപ്പോൾ ഞങ്ങൾക്ക് ബലം കിട്ടിയതിനെ ഓർത്ത്, കൃപ കിട്ടിയതിനെ ഓർത്ത്, അഭിഷേകം കിട്ടിയതിനെ ഓർത്ത് ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, ജീവിതത്തിൻ്റെ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളുടെ നടുവിൽ പ്രാർത്ഥന കൊണ്ട് ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോയതിനെ ഓർത്ത് കർത്താവെ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, വലിയ പ്രാർത്ഥനയുടെ അഭിഷേകം, വലിയ വചനത്തിന്റെ അഭിഷേകം, കർത്താവേ വലിയ കൃപയുടെ അഭിഷേകം, വലിയ വിടുതലിന്റെ അഭിഷേകം ഇപ്പോൾ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. നൽകുന്ന ശക്തിയുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ആത്മനിറവുണ്ട്.
കൈകൾ അടിച്ച് വചനം നൽകുന്ന ശക്തിയുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ആത്മനിറവുണ്ട്. യേശുനാഥനെ ആരാധിക്കുമ്പോൾ അവർ എനിക്കായി നൽകുന്ന വിടുതലുണ്ട്. ഹൃദയത്തിൽ ആരാധിച്ച് യേശുനാഥനെ ആരാധിക്കുമ്പോൾ അവർ എനിക്കായി നൽകുന്ന വിടുതലുണ്ട്. കൈകൾ ഉയർത്തി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഹല്ലേലൂയ 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 പാടിയിടും ഞാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളങ്ങനെ സ്തുതിക്കുകയാണ്, ഞങ്ങളങ്ങനെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവമേ, ജീവിതത്തിൽ ഒരു പ്രശ്നം കഴിയുമ്പോൾ തന്നെ അടുത്ത പ്രശ്നം, ഒരു രോഗം കഴിയുമ്പോൾ തന്നെ അടുത്ത രോഗം. ദൈവമേ, ഒരു പ്രതിസന്ധി കഴിയുമ്പോൾ തന്നെ അടുത്ത പ്രതിസന്ധി. ഒന്നൊഴിയാതെ ഞെരുക്കങ്ങൾ, ഒന്നൊഴിയാതെ കഷ്ടതകൾ, ഒന്നൊഴിയാതെ രോഗപീഠകൾ, പലതരം പൈശാചിക പീഠങ്ങൾ. എന്നാലും കർത്താവേ, ഞങ്ങളങ്ങ് വിശ്വസിക്കുന്നു, ഞങ്ങളങ്ങ് ഏറ്റുപറയുന്നു. അവിടെ ഞങ്ങളെ കരുതുന്നുണ്ട്, അവിടെ ഞങ്ങളെ പരിപാലിക്കുന്നുണ്ട്. അങ്ങ് ഞങ്ങളുടെ ദൈവമാണ്, അവിടുന്ന് ഞങ്ങളുടെ ദൈവമാണ്, അവിടുന്ന് അല്ലാതെ വേറെ ദൈവമില്ല. ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഞങ്ങൾ ഈ ഭൂമി സൃഷ്ടിച്ച കർത്താവിലാണ് ആശ്രയം വെച്ചിരിക്കുന്നത്. അത്യുന്നതനായ ദൈവത്തെയാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. ഞങ്ങൾക്കൊരു കുറവുമില്ല, ഞങ്ങൾക്കൊരു പ്രശ്നങ്ങളുമില്ല. ദൈവം ഇടപെടും. ഇതിനപ്പുറത്തൊരു പ്രത്യാശയുണ്ട്. ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. വിടുതൽ വ്യാപരിക്കട്ടെ. കഷ്ടതയിൽ ദൈവ കരുതലുണ്ട്, യേശുനാമത്തിൽ പ്രത്യാശയുണ്ട്. ചേർന്ന് പാടി. കഷ്ടതയിൽ ദൈവ കരുതലുണ്ട്, യേശുനാമത്തിൽ പ്രത്യാശയുണ്ട്. ഈശോയേ, രോഗങ്ങൾ വന്നാൽ, ദേശങ്ങൾ വന്നാൽ, യേശുവിൻ രക്തത്ത സൗഖ്യമുണ്ട്. വിശ്വസിച്ച് വിശ്വസിച്ച്. രോഗങ്ങൾ വന്നാൽ, ദേശങ്ങൾ വന്നാൽ, യേശുവിൻ രക്തത്ത സൗഖ്യമുണ്ട്. കൈകൾ ഉയർത്തി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഒരുമിച്ച് ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ കൈകൾ വീശി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ മാലാഖമാരുടെ വിശുദ്ധരോടും ചേർന്ന് ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഹല്ലേലൂയ തിരുസഭയോട് ചേർന്ന് ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഹല്ലേലൂയ കുടുംബങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഹല്ലേലൂയ 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 ഹല 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 ഹല. ഓ കർത്താവേ, യെസക്കേൽ പ്രവചനത്തിൽ 2-ാം അധ്യായത്തിൽ വചനം വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പ്രവാചകൻ വചനം കേട്ടപ്പോൾ ബലം പ്രാപിച്ച് അവൻ എഴുന്നേറ്റ് നിന്നു. ദൈവമേ, വചനത്തിന്റെ ബലം ഞങ്ങൾക്ക് നൽകണമേ. ദൈവമേ, ഏലിയ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നാളുകളിൽ പ്രാർത്ഥനയിൽ ഉയർന്ന് പ്രതിസന്ധികളിൽ പ്രാർത്ഥന കൊണ്ട് ബലം പ്രാപിച്ചതുപോലെ ദൈവമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ദൈവമേ, ജീവിതത്തിന്റെ സഹനത്തിന്റെ ഞെരുക്കത്തിന്റെ കഷ്ടത്തിന്റെ നാളുകളിൽ ഞങ്ങൾക്ക് മുമ്പേ കടന്നുപോയി വിശുദ്ധാത്മാക്കളെ ഞങ്ങൾ ഓർക്കുന്നു. എബ്രായ ലേഖനം 12:1. ദൈവമേ, ആ വിശുദ്ധരുടെ സഹനശക്തി, ആ വിശുദ്ധനെ പിടിച്ചു നിന്നത് ഞങ്ങൾ മാതൃകയായി കാണുന്നു കർത്താവേ. ആരാധന 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 ആരാധന. ദൈവമേ, പ്രാർത്ഥിക്കാൻ പറ്റാത്തവർക്ക് പ്രാർത്ഥന കൃപ ലഭിക്കട്ടെ. അപ്പസ്തോലന്മാരുടെ പ്രാർത്ഥന ആവർത്തിക്കുന്നു. കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ദൈവമേ, വിശ്വാസം ക്ഷയിച്ചു പോയ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പസ്തോലന്മാരുടെ പ്രാർത്ഥന ആവർത്തിക്കുന്നു. ഞങ്ങളെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ദൈവമേ, കർത്താവേ, വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വചനം പഠിപ്പിക്കണമേ. ഹല 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 ഹല. ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സന്തോഷത്തോടെ ഇരിക്കാം. ഒരു സ്തുതിയൊക്കെ പരസ്പരം ചെല്ലുന്നത് നല്ലതാണ്.
കുഞ്ഞുങ്ങൾ സ്തുതിയൊക്കെ ചെല്ലിക്കോ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവ് നിറഞ്ഞാലുള്ള പ്രത്യേകതകൾ. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ. Hallelujah. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞാലുള്ള ചില ലക്ഷണങ്ങൾ, ചില അടയാളങ്ങൾ. എൻ്റെ സഹോദരങ്ങളെ, ഒരുപാട് വചന ശുശ്രൂഷകളെ സംബന്ധിച്ചുള്ള നമുക്ക് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിറഞ്ഞാലുള്ള അടയാളങ്ങളെ കുറിച്ച് ആയിരക്കണക്കിന് കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്, പല പ്രഭാഷണങ്ങളിലും, അല്ലെങ്കിൽ അത് സഭ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതെല്ലാം ശരി തന്നെയാണ്, അതെല്ലാം ഉറപ്പായിട്ട് അങ്ങനെ തന്നെയാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പ്രകടമാകും, ദാനങ്ങൾ പ്രകടമാകും, വരദാനങ്ങൾ പ്രകടമാകും, അതെല്ലാം ശരി തന്നെയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ കാണുന്ന ചില പ്രകടമായ ലക്ഷണങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. മറ്റുള്ളവ അപ്രധാനമല്ല, പ്രധാനപ്പെട്ടത് തന്നെയാണ്. എന്നാലും ചില പ്രകടമായ ലക്ഷണങ്ങൾ. ഇത് ഓരോന്നും നമ്മുടെ ഉള്ളിൽ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ അളവ് നമ്മൾ മനസ്സിലാക്കാൻ ഉപകാരപ്പെടും. ഉദാഹരണം പറഞ്ഞാൽ, ഒരു വ്യക്തി പള്ളിയിൽ വരവ് കുറയുന്നു, അല്ലെങ്കിൽ ഒരു കുട്ടി പ്രാർത്ഥന കുറയുന്നു, ധ്യാനത്തിന് പോകാൻ താല്പര്യമില്ലാതെ വരുന്നു. അപ്പോൾ ദൈവഭക്തിക്ക് വിരുദ്ധമായ ചില കാര്യങ്ങൾ ആ വ്യക്തിയിൽ വരുന്നതിൻ്റെ ചില ലക്ഷണങ്ങളാണത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എന്ന് പറയുന്നത് പോലെ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ആദ്യത്തെ അടയാളം, ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളോ അല്ലെങ്കിൽ വരദാനങ്ങളോ പ്രകടമായ സംഗതികളോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളോ ദാനങ്ങളോ അതെല്ലാം അങ്ങനെ തന്നെയാണ്, അതെല്ലാം ഉണ്ട്. എന്നാലും ആദ്യം കാണുന്ന ലക്ഷണം എന്ന് പറയുന്നത് പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോൾ വലിയ അനുതാപം കൊണ്ട് ആ വ്യക്തി നിറയും, വലിയ അനുതാപ കൃപ നിറയും. യോഹന്നാന്റെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിന്റെ 8-ാം തിരുവചനം, Gospel of St. John chapter 16 verse 8. നല്ല വചനമാണ്, നമുക്ക് ഒരുമിച്ച് ഉറക്കെ വായിക്കാം. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഈശോ പരിശുദ്ധാത്മാവിന് വാഗ്ദാനം ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം അല്ലെങ്കിൽ സുവിശേഷങ്ങളുടെ അവസാനത്തെ പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും, ലോകത്തിന്റെ അതിർത്തി വരെ സുവിശേഷം പ്രഘോഷിക്കും എന്നുള്ള വചനങ്ങളുണ്ട്. അതെല്ലാം ശരി തന്നെയാണ്, അതെല്ലാം അങ്ങനെ തന്നെയാണ്. എന്നാൽ ആത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന ആദ്യ സമയത്ത് ഈശോ പറയുന്നത് എന്താ? പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ആദ്യം തന്നെ പാപത്തെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്, നീതിയെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തും. ഹല്ലേലൂയാ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പൊ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ആദ്യത്തെ അടയാളം എന്ന് പറയുന്നത് പശ്ചാത്താപം കൊണ്ട് നിറയും, അനുതാപം കൊണ്ട് നിറയും. പണ്ട് പാപമല്ല എന്ന് കരുതിയിരുന്ന പലതും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൂടുന്നതിനനുസരിച്ച് പാപമായി തോന്നാൻ വേണ്ടി തുടങ്ങും. അങ്ങനെയുണ്ട്. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപാഭിഷേകം കൊണ്ട് നിറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ, അതായത് വർഷത്തിൽ ഒന്നോ അല്ലെങ്കിൽ വർഷത്തിൽ 2 കുമ്പസാരമല്ല, 2 ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരം, ചിലപ്പോൾ ഒരാഴ്ചയിൽ 1. ചില വിശുദ്ധരുണ്ട് ദിവസവും കുമ്പസാരിച്ച് വിശുദ്ധരുണ്ട്. അവരുടെ സംശയ മനസാക്ഷിയ സ്കോപ്പസ് കോൺഷ്യസ് കൊണ്ടല്ല, അങ്ങനെ കുമ്പസാരിക്കുന്നവരുണ്ടാവാം. പക്ഷേ എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ, പൊട്ടിക്കരഞ്ഞ് കുമ്പസാരിക്കുന്ന അനുതാപത്തിന്റെ കൃപ. ബൈബിളിൽ തന്നെ ചില ഉദാഹരണങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. ലൂക്കായുടെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 10-ാം തിരുവചനം, Gospel of St. Luke chapter 3 verse 10 നമുക്ക് വായിക്കാം. ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വിശുദ്ധ സ്നാപക യോഹന്നാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ജനം ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താണ്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 2-ാമത്തെ അധ്യായത്തിന് 37-ാം തിരുവചനം, Acts chapter 2 verse 37. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഹല്ലേലൂയാ. Hallelujah. അതിന്റെ പശ്ചാത്തലം എന്താ? പത്രോസും മറ്റ് അപ്പോസ്തലന്മാരും വചനം പ്രഘോഷിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സ്നാപകയോഹന്നാൻ വചനം പ്രഘോഷിച്ചപ്പോഴും ജനം ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? 2 സ്ഥലത്തും ചോദ്യം ഒന്നാണ്,
രണ്ട് സ്ഥലത്തും ചോദ്യം ഒന്നാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. എന്ന് പറഞ്ഞാൽ അവരുടെ മേൽ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ വലിയ അനുതാപത്തിന്റെ കൃപ നീട്ടി. ഇന്ന് വരെ കുഴപ്പമില്ല, ചെയ്തതൊന്നും തെറ്റാണല്ല എന്ന് വിചാരിച്ചുകൊണ്ട് പല കാര്യങ്ങളും തെറ്റാണെന്ന് തോന്നി. അവരുടെ ഹൃദയം നുറുങ്ങി ചോദിക്കുക, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾ രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത്? സ്നാപയോൻ എന്താ മറുപടി പറയുന്നത്? പത്രോസിന് എന്താ മറുപടി പറയുന്നത്? ഈശോ തന്റെ ഫസ്റ്റ് പ്രഭാഷണത്തിൽ ഈശോ എന്താ പറയുന്നത്? അനുതപിക്കുക, പാപങ്ങൾ ഏറ്റുപറയുക, പശ്ചാത്തപിക്കുക, മാനസാന്തര ജീവിതം നയിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, അവനൊരു വാക്ക് വളരെ പ്രധാനം. അവൻ ചോദിക്കുകയാണ്, ഹൃദയം നുറുങ്ങി. ഹൃദയം നുറുങ്ങി ചോദിക്കുകയാണ്. ഹൃദയം നുറുങ്ങി. ഹൃദയം നുറങ്ങാന്ന് പറയുമ്പോൾ പഴയ നിയമത്തിന്റെ വചനഭാഗം നമ്മൾ ഓർക്കണം. അതേതാണ് വചനഭാഗം? ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നുറങ്ങിയ ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല. നുറങ്ങിയ ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ പറഞ്ഞാൽ, നമ്മുടെ സങ്കടവും വേദനയും കൊണ്ട് നുറങ്ങിയ ഹൃദയം എന്ന് മാത്രമല്ല അതിന്റെ വ്യാഖ്യാനം. ഒരു വ്യക്തി വചനം കേട്ട് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് വലിയ അനുതാപം കിട്ടിയാൽ പാപത്തെക്കുറിച്ച് അനുതപിച്ച് ഹൃദയം നുറുങ്ങി, ദൈവമേ തെറ്റിപ്പോയി എന്ന് കരഞ്ഞ് നിറവിളിക്കുമ്പോ ദൈവം അവന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹൃദയം നുറങ്ങിയവർ കർത്താവ് സമീപസ്ഥനാണ്. നുറങ്ങിയ ഹൃദയം നിരസിക്കുകയല്ല, അനുതാപം പശ്ചാത്തപിക്കുന്ന ഹൃദയമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാണ് സഹോദരൻ അപ്പോസ്തല പ്രവർത്തനം 10:44 നമ്മൾ വായിക്കുന്നത്. ആക്ട്സ് ചാപ്റ്റർ 10:44. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്ന്. അപ്പോൾ പത്രോസ് വചനം പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം, പരിശുദ്ധാത്മാവ് വന്ന് നിറയാണ്. ആ പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോൾ ഉണ്ടാകുന്ന ആദ്യ ലക്ഷണമാണ് അനുതാപം, പശ്ചാത്താപം, പാപം ഏറ്റുപറയൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങൾ വേറെ ഉദാഹരണം പറയാം. ഇപ്പം നമ്മളായിരിക്കുന്ന വീടിൽ നിങ്ങൾക്ക് അവിടെ ട്യൂബുണ്ടാവും, ബൾബുണ്ടാവും വെട്ടത്തിന്. അപ്പോൾ അവിടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. എന്നാൽ വലിയ ഒരു 5-6 ഹാലജൻ ബൾബ്, നല്ല വെട്ടമുള്ള നല്ല വെളിച്ചമുള്ള ഒരു 10-15 ബൾബ് വലിയ പ്രകാശമുള്ള ഇടുക. അപ്പോൾ ആ തറയിലുള്ള പൊട്ടി പോലും കാണാൻ വേണ്ടി പറ്റും. എന്ന് പറയുന്ന പോലെയാണ് ഒരു വ്യക്തിയിൽ ദൈവകൃപ വന്ന് നിറയുമ്പോൾ ചെറിയ പാപങ്ങൾ പോലും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് വരുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഈ അഭിഷേകത്തെ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ധ്യാനങ്ങളെ സംബന്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇടവകത്തിൽ വിശുദ്ധ കുർബാന സംബന്ധിക്കുമ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് വലിയ അനുതാപം കൊണ്ട് നിറയ്ക്കുകയാണ്, വലിയ പശ്ചാത്താപം കൊണ്ട് നിറയാണ്. ബൈബിൾ വായിക്കുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കുമ്പസാരിക്കാൻ പോകുമ്പോൾ ചെയ്യുന്ന കാര്യം ചിന്തിച്ചു നോക്കിയേ. നമുക്ക് ലിസ്റ്റ് ഉണ്ടാവും അല്ലേ? ചില കുമ്പസാരത്തിൽ 8 എന്നുള്ളത് 10 ഉണ്ടാവും, ചില കുമ്പസാരത്തിൽ 10 എന്നുള്ളത് 6 വരും. എന്നാൽ അങ്ങനെ മാത്രമല്ല ചെയ്യേണ്ടത്. നമ്മുടെ പരമ്പരാഗതമായ ചില കാര്യങ്ങൾ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, അത് മാത്രമല്ല നോക്കേണ്ടത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC 1454 ഇങ്ങനെ പഠിപ്പിക്കുന്നു: ഈ കൂദാശ സ്വീകരിക്കുന്നതിന് ഒരുക്കമായി ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഒരാത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ഏത് കൂദാശ സ്വീകരിക്കുന്നതിന്? അനുരഞ്ജന കൂദാശ, കുമ്പസാരം എന്നുള്ള കൂദാശ സ്വീകരിക്കുന്നതിന് ഒരുങ്ങേണ്ട വിധത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഒരാത്മപരിശോധന നടത്തണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്കൊക്കെ വലിയൊരു പ്രചോദനം നടന്ന വാഴ്ത്തപ്പെട്ട കാർലോ ചെയ്തിരുന്ന വിശുദ്ധ കുമ്പസാരത്തിന് മുമ്പ് ബൈബിൾ വായിച്ചിട്ടാണ് കുമ്പസാരിക്കാൻ പോയിരുന്നത്, ആത്മശോധന നടത്തിയിരുന്നത്. തുടർന്ന് നമുക്ക് വായിക്കാം. ഇതിന് ഏറ്റവും യോജിച്ച വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങൾ 10 കൽപ്പനകളിലും സുവിശേഷങ്ങളിലെയും അപ്പസ്തോലന്മാരുടെ ലേഖനങ്ങളിലെയും സന്മാർഗ പ്രബോധനങ്ങളിൽ കാണാം. ചില ഉദാഹരണങ്ങൾ: മലയിലെ പ്രസംഗം, അപ്പസ്തോലിക പ്രബോധനങ്ങൾ മുതലായവ ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ കുമ്പസാരത്തിന് എന്താ ചെയ്യേണ്ടത്? വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിച്ചു കുമ്പസാരത്തിൽ ഒരുങ്ങുന്നതിന് മുമ്പ് മലയിലെ പ്രസംഗം, അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങള്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ചില പ്രത്യേക രംഗങ്ങളുണ്ട്. അതെടുത്ത് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ വലിയ അനുതാപം നിറയാണ്. നമ്മൾ ഇങ്ങനെയാണോ കുമ്പസാരത്തിന് ഒരുങ്ങുന്നത്? ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആദ്യത്തെ ലക്ഷണം അനുതാപത്തിന്റെ കൃപയാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നു കഴിയുമ്പോൾ രണ്ടാമത് കാണുന്ന ഒരു ലക്ഷണമുണ്ട്. ആ ലക്ഷണം എന്ന് പറയുന്നത് എന്നറിയാവോ?
ആ വ്യക്തികളുടെ ജീവിതം വലിയൊരു ആനന്ദത്തിന്റെ ജീവിതമായിട്ട് മാറും. നിങ്ങൾ ചിന്തിക്കുക, പരിശുദ്ധ അമ്മ ബെസ്റ്റ് എക്സാമ്പിൾ. പരിശുദ്ധ അമ്മ അല്ലേ? പരിശുദ്ധ അമ്മയെ കുറിച്ച് എന്താ പറയുന്നത്? ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിന് 47-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 47. നമുക്ക് വായിക്കാം, എല്ലാവരും ചേർന്ന് വായിക്കാം. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയുടെ മേൽ വന്ന് നിറഞ്ഞു. ഇതാ അത്യുന്നതന്റെ ശക്തി, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായത് എന്താ? അവരുടെ മനസ്സ്, അമ്മയുടെ മനസ്സ്, ചിത്ത മനസ്സ് ദൈവത്തിൽ ആനന്ദിക്കാൻ വേണ്ടി തുടങ്ങി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവർത്തനം 16:34, ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബങ്ങളും അത്യന്തം ആനന്ദിച്ച്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. തടവറയിൽ വലിയ അത്ഭുതമൊക്കെ നടന്ന് അവരെല്ലാം പൗലോസ് ശീലാസൊക്കെ ചാടിപ്പോയെന്ന് വിചാരിച്ചുകൊണ്ട് ആ കാവൽക്കാരൻ മരിക്കാൻ തുടങ്ങി. പക്ഷേ അവർ പറഞ്ഞു, ഞങ്ങൾ ചാടിച്ച് പോയിട്ടില്ല, നിങ്ങൾ അബദ്ധം കാണിക്കരുതെന്ന് പറഞ്ഞ്. അങ്ങനെ അവന് ഭയങ്കര വിശ്വാസമായി. ദൈവത്തിന്റെ സഭയിൽ ചേർന്ന് മാമോദിസ സ്വീകരിച്ച് ദൈവത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഭയങ്കര ആനന്ദത്തിന്റെ വിഷയമായി. ഹല്ലേലൂയാ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 73:28, എന്തെന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം എന്ന് പദം വെളിപ്പെടുത്തുക. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യേകത ജീവിതം മുഴുവൻ ആനന്ദത്തിന്റെ ജീവിതമാണ്. നിങ്ങൾ നോക്കുക, അപ്പസ്തോലന്മാർ ജീവൻ ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ. അപ്പസ്തോല പ്രവർത്തനം 5-ാമത്തെ അധ്യായത്തിന് 41-ാം തിരുവചനം, ആക്ട്സ് ചാപ്റ്റർ 5 വേഴ്സ് 41, അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതായത് ശരിക്കും പറഞ്ഞാൽ അപ്പോസ്തലന്മാര് പരിശുദ്ധാത്മാവ് നിറഞ്ഞ അതുപോലെ ശുശ്രൂഷ ചെയ്യുമ്പോ അവരെ പിടിച്ച് അതേപോലെ തല്ലി തവിടുപൊടിയാക്കി അപമാനിച്ച്, എന്നിട്ട് അവരിറങ്ങി പോകുന്ന എങ്ങനെയാ? വലിയൊരു അവാർഡ് കിട്ടിയ പോലെയാണ്. പ്രൈസ് ദി ലോർഡ്. ഏതാണ്ട് വലിയ അവാർഡ് കിട്ടി, വലിയ അത്ര ആനന്ദത്തോടെ ഇറങ്ങി. നോക്കിയേ, യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ കണ്ടോ അവാർഡുകൾ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൽ നിന്ന് പുറത്തേക്ക്. കണ്ടോ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ സഹനം, അപമാനം എല്ലാം ഒരു ആനന്ദമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. സങ്കീർത്തനം 4:7 വായിച്ചാൽ കുറച്ചുകൂടെ മനസ്സിലാവും. ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായിരുന്നതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു ബിസിനസിന്റെ അഭിവൃദ്ധി, ജോലിയുടെ അഭിവൃദ്ധി, കൃഷിയുടെ അഭിവൃദ്ധി, സാമ്പത്തിക അഭിവൃദ്ധി അപ്പൊ കിട്ടുന്ന ഒരു ആനന്ദം അല്ല, ഇത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ അനുഭവപ്പെടുന്നതാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. എസ്തേറിന്റെ പുസ്തകം 14:18 വചനമുണ്ട്. എസ്തേർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ട് നിറഞ്ഞ നദിയായി മാറിയൊരു കൊച്ചരുവി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അവൾ വെറും ഒരു കൊച്ചരുവിയായിരുന്നു. എന്നാൽ ദൈവത്തിന് അഭിഷേകം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൾ ദൈവവിളി സ്വീകരിച്ച് ജനത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആത്മാവിന്റെ അഭിഷേകത്തിൽ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അവൾ വലിയൊരു നദിയായിട്ട് മാറി. എന്നിട്ട് അവൾ നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവേ, എന്നെ ഇവിടെ കൊണ്ടുവന്ന നാൾ മുതൽ ഇതുവരെ അങ്ങിലല്ലാതെ എനിക്ക് ഇതിൽ ആസയ്ക്ക് ആനന്ദമില്ലായിരുന്നു. അതിന്റെ അർത്ഥം എന്താ? രാജാവിന്റെ ഭാര്യ ആയിരിക്കുന്നല്ലോ, രാജ്ഞി ആയിരിക്കുന്നല്ലോ, തൻ്റെ കീഴിൽ പടയാളികളുള്ളതോ തോഴിമാരുള്ളതോ ഇവള് വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കുന്ന ഒന്നുമല്ല ആനന്ദ വിഷയം. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഇനി എന്താണ് ആനന്ദം? കർത്താവാകും ആനന്ദം. അത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഭൗതിക അഭിവൃദ്ധി, ആനന്ദത്തിന് ഒരു കുലുക്കമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്ഥാനമാനങ്ങൾ ഒരു വ്യത്യാസമില്ല. യേശുവാണ് ആനന്ദ വിഷയം. അപമാനം, നിന്ന, നോ പ്രോബ്ലം. യേശുവാണ് ആനന്ദ വിഷയം. ഹല്ലേലൂയാ. ആരാധിക്കുമ്പോഴാണ് ആനന്ദം, പ്രാർത്ഥിക്കുമ്പോഴാണ് ആനന്ദം, കർത്താവിന്റെ കൂടെ ആയിരിക്കുന്നതാണ് ആനന്ദം. ഇതാണ് പരിശുദ്ധാത്മ നിറഞ്ഞ വ്യക്തിയുടെ പ്രത്യേകത. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തുടങ്ങാൻ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും കർത്താവ് അനുഗ്രഹിക്കും. അത് വേറെ വിഷയം. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞാലുള്ള ഒരു മൂന്നാമത്തെ പ്രത്യേകത അതിതാണ്, അവർ യേശുവിന് വേണ്ടി അഥവാ വചനത്തിന് വേണ്ടി നിലകൊള്ളും. നോ കോംപ്രമൈസ്. യേശുവിന് വേണ്ടി, വചനത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി അവർ ഉറച്ച നിലപാടുകൾ എടുക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ബൈബിൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. നിക്കോദമസ്, അവൻ യേശുവിൽ വിശ്വസിക്കുന്ന ആളാണ്. ചില നിലപാടുകൾ എടുത്ത്, ഞാൻ ഓർക്കുക, സ്റ്റാൻഡ് ഫോർ ജീസസ്, യേശുവിന് വേണ്ടി നിലകൊള്ളും, വചനത്തിന് വേണ്ടി നിലകൊള്ളും. ഒരു കോംപ്രമൈസും ഇല്ല. വചനം ലംഘിക്കുന്ന കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്തൊരു ജീവിതമായിരിക്കും. അവർക്ക് പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഞാൻ ഓർക്കുക, എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ, ഷീൻ എന്നാണ് അവൻ്റെ പേര്. ഞാൻ ഓർക്കണം, ആ ചെറുപ്പക്കാരൻ അവൻ എന്താ പറയുക, ശനിയാഴ്ച വൈകുന്നേരം പുസ്തകം അടച്ചാൽ പിന്നെ തിങ്കളാഴ്ച രാവിലെ തുറക്കുള്ളൂ. സ്കൂളിൽ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്.
ഞായറാഴ്ച അവൻ പള്ളിയിൽ ഓർഗൻ വായിക്കും, അതുപോലെ തന്നെ പിന്നെ പള്ളിയിലെ ശുശ്രൂഷകൾ കുർബാനയ്ക്ക് കൂടും, പ്രാർത്ഥിക്കാം, മണിക്കൂർ പ്രാർത്ഥിക്കാം, നന്മ പ്രവൃത്തികൾ ചെയ്യാം. ദ ഡേ ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കും. എന്നാൽ അന്നത്തെ ദിവസം വേറെ യാതൊരു പരിപാടികൾക്ക് പോവുകയല്ല, പഠിക്കുകയില്ല. ഫസ്റ്റ് അടച്ച പിന്നെ തുറക്കുകയില്ല. ഞാൻ ഓർക്കണം ആ സമയത്ത് അവന് ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയത് പിന്നെ ഷെയർ ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞായറാഴ്ചയിലെ ട്യൂഷന് പോകണം, അതിന് പോകണം, ഇത് പോകണം, പല കാര്യങ്ങൾക്ക് പോകണം, അത് അവിടെ ഇതാണ് റിസൾട്ട്, ഇതാ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് വേറെ രാജ്യത്താണ്. എൻ്റെ സഹോദരങ്ങൾ റിസൾട്ട് വന്നപ്പോൾ എന്താ, അവൻ ഹൈ സ്കോർ മാർക്ക്, പിന്നെ അവൻ്റെ +2 അവിടുത്തെ വിദ്യാഭ്യാസ ലെവല് എല്ലാത്തിനും ദൈവം അവനെ ഉയർത്തിക്കൊണ്ട് പോയി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ചില കുട്ടികളെ സ്ഥിരമായിട്ട് പുസ്തകം അടച്ചു വെച്ചിരിക്കുന്ന ആയതുകൊണ്ട് തുറക്കല്ലാത്തതുകൊണ്ട് ഇത് കാര്യമില്ലായിരിക്കും. അതുകൊണ്ട് ശരിക്കും പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ഉറച്ച നിലപാടുകൾ ജീവിതത്തിലെടുക്കും. വചനത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി നിലകൊള്ളും. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നാലാമത്തെ പ്രത്യേകത, പരിശുദ്ധാത്മാവിന്റെ വ്യക്തി നാലാമത്തെ പ്രത്യേകത ഇങ്ങനെയാണ്, അവർ യേശുവിൻ്റെ അടുക്കിലേക്ക് ഒരുപാട് പേരെ എത്തിക്കും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അനേകരുടെ അടുത്തേക്ക് യേശുവുമായിട്ട് പോകും. They will work for Jesus. യേശുവിന് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അത് നാലാമത്തെ പ്രത്യേകതയാണ്. നിങ്ങൾ ചില ഉദാഹരണങ്ങൾ പറയാം. യോഹന്നാന്റെ 4-ാമത്തെ അധ്യായത്തിൽ സമരിയാക്കാരി, ജീവജലത്തിന്റെ അരുവി അല്ലേ. എൻ്റെ സഹോദരങ്ങളെ നോക്ക, പരിശുദ്ധാത്മാവിന്റെ വലിയൊരു കൃപ, ഒരു ആത്മാവിന്റെ നിറവുണ്ടായാൽ സമരിയാക്കാരി ചെയ്തെന്താ, ഉടനെ തന്നെ അനേകരെ യേശുവിലേക്ക് എത്തിച്ച്. പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ ചെയ്ത കാര്യം എന്താ, എല്ലായിടത്തേക്കും യേശുവിനെ എങ്ങനെ എത്തിക്കാനുള്ളൊരു ഓട്ടമാണ്, നെട്ടോട്ടമാണ്. പിന്നെ ചിന്തിച്ച് നോക്കിയേ, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞിട്ട് അപ്പസ്തോലന്മാരെ പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലോകത്തിന്റെ അതിർത്തികൾ വരെ സാക്ഷി വഹിക്കും എന്ന് പറഞ്ഞാൽ സുവിശേഷ വേല ചെയ്യാതെ ഉറങ്ങാൻ പറ്റില്ല. നാലാമത്തെ ലക്ഷണമാണ്. ചിന്തിച്ചു നോക്കണം, നമ്മുടെ ഉള്ളിൽ ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? അതൊരു ഉണ്ടാകും, ഒരു ഡോർമെന്റ് സ്റ്റേജിൽ കിടക്കുവാണ്. നമ്മൾ ചിന്തിക്കണം. 4 അടയാളങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് സഹോദരങ്ങളെ. ഒന്ന്, ഡേ ബൈ ഡേ അനുതാപം, വചനം വായിക്കുമ്പോൾ കുമ്പസാരിക്കാൻ തോന്നുന്നതാണ് അനുതാപം. 2, ബാക്കി എന്ത് വിഷയമല്ല, യേശുവാനത്. 3, ഉറച്ച നിലപാടാണ് ഈശോയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, വചനത്തിന് വേണ്ടി. 4, എങ്ങനെങ്കിലും 10 പേർക്ക് യേശുവിനെ കൊടുക്കണം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ 2 കരങ്ങളും തുറന്നു പിടിച്ച് അതരവും ഹൃദയവും തുറന്ന് ഒരുപോലെ കർത്താവിനെ ആരാധിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ ജീവിതങ്ങളിലേക്ക് എഴുന്നള്ളി വരണം. പരിശുദ്ധാത്മാ ഞങ്ങളെ രൂപപ്പെട്ടു തരണമേ. അനുതാപത്തിന് കൃപ നൽകണമേ, ആനന്ദത്തിന് കൃപ നൽകണമേ, ഉറച്ച നിലപാടുകൾ നൽകണമേ, സാക്ഷ്യം വഹിക്കാൻ കൃപ നൽകണമേ. ഉള്ളു തുറന്ന് വിളിക്കുന്ന കൈകൾ ഉയർത്തി ഒരുമിച്ച് വിളിക്കുന്നു, കൂട്ടായ്മയിലേക്ക് ആത്മാവിനെ വർഷിക്കണമേ.